Good morning students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അഡീഷൻ തിയറം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അഡീഷൻ തിയറം ഞാൻ ഒന്നും കൂടിയും പറയാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം കേട്ടോ. അപ്പോൾ അഡീഷൻ റൂൾ ഫോർ പ്രൊബബിലിറ്റി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അഡീഷൻ റൂൾ ഫോർ പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് കേസിൽ വരുന്നുണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിൻ്റെയും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിൻ്റെയും അല്ലേ. അപ്പോൾ അഡീഷണൽ റൂൾ ഫോർ പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, രണ്ട് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അപ്പോൾ ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് event, then the probability of A and B happen mutually exclusive event ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എ ഓർ ബിയുടെ പ്രോബബിലിറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആവുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതാണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി എ ആൻഡ് ബി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് അല്ലേ. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എന്താണ് ഇക്വേഷൻ പറഞ്ഞത് നോക്കൂ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ നമ്മൾ രണ്ട് കേസാണ് പറഞ്ഞത്, അഡീഷൻ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഡീഷൻ റൂൾ ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആൻഡ് അഡീഷൻ റൂൾ ഫോർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആകുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആകുമ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അങ്ങനെയാണ് വരിക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത തീരത്തിലോട്ട് പോവാം. ശ്രദ്ധിക്കുക കേട്ടോ, കണക്ക് ഞാൻ എഴുതാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആർ ടു mutually exclusive events if A and B are two mutually exclusive events and P of A is equal to 0.45 and P of B is equal to എത്രയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ 0.35. ഫൈൻഡ് P of A യൂണിയൻ B. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ പറയുന്നത് ഇഫ് എ ആൻഡ് ബി, എയും ബിയും ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ആൻഡ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.5, പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.35. ഫൈൻഡ് പി ഓഫ് എ യൂണിയൻ ബി അല്ലേ. അപ്പം നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിൻ്റെയും അതേമാതിരി തന്നെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിൻ്റെയും അല്ലേ. അപ്പോൾ ഈ കണക്കിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവ എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഇക്വേഷൻ എഴുതുക, പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ദെൻ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.45 പ്ലസ് 0.35. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണത്, ഇതൊന്നും ബുദ്ധിമുട്ടില്ല. 5 5 ഇത്രയും വരെ 10, ബാക്കി 1, 4 3 7 1 8, 0.80 ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം, ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർഡ് ഈസ് ഡ്രോൺ. 2, എ കാർഡ് ഈസ് drawn, a card is drawn
from an ordinary pack of ordinary pack of 52 cards. 52 cards. Next, find the probability that the card drawn is either spade or diamond. ശ്രദ്ധിക്കുക കേട്ടോ. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം ആൻ, അപ്പോൾ അതിൽ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എഴുതിയില്ലേ, അത്ര തന്നെയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. എ കാർഡ് ഈസ് ഡ്രോൺ, എന്താ കണക്ക്, എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം ആൻ ഓർഡിനറി പാക്ക് ഓഫ് 52 കാർഡ്സ് അല്ലേ. അപ്പോൾ ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് കാർഡ് ഡ്രോൺ ഈസ് ഐദർ സ്പേഡ് ഓർ ഡയമണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയം വരാം, ഇതിലിപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, ഏതാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഇതിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നമ്മൾ നോക്കേണ്ടത്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നോക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവിൽ ഞാൻ ഡയഗ്രാം വരച്ച് തന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഡയഗ്രാം മ്യൂച്വലി എക്സ്ക്ലൂസീവ്സ് വരുമ്പോൾ നമ്മൾ ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നത്? ഇങ്ങനെ വരച്ചിട്ട് എയും ബിയും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻ്റർസെക്ഷൻ ആണ് വരിക അല്ലേ, എയും ബിയും. അപ്പോൾ ഈ ഇടയിൽ വരുന്നുണ്ട് അല്ലേ, ഇടയിൽ ഏതാണ് വരുന്നത് വെച്ചെങ്കിൽ ആ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇതിൽ നമ്മുടെ ഈ കണക്കിന് എന്താ വെച്ചെങ്കിൽ എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം ആൻ ഓർഡിനറി പാക്ക് ഓഫ് 52 കാർഡ്സിൽ നിന്നാണ് അല്ലേ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് ഐദർ സ്പേഡ് ഓർ ഡയമണ്ട് ആയിരുന്നു. അപ്പോൾ സ്പേഡും ഡയമണ്ടും വേറെയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ഇൻ്റർസെക്ഷൻ്റെ അത് വരുന്നില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് വരുന്നുണ്ടായിരുന്നത്? ബ്ലാക്ക് 2 എണ്ണമാണ് പറഞ്ഞത് അല്ലേ. ഏതൊക്കെയാണ്? സ്പേഡും ക്ലബും. പിന്നെ റെഡ് കളറിലുള്ളത് ഏതാ പറഞ്ഞത്? ഹാർട്ടും പിന്നെ എന്താ പറയുക ഡയമണ്ടുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം 4 തരത്തിലാണ് നമ്മുടെ കാർഡുകൾ ഉള്ളത് അല്ലേ. അപ്പോൾ പരസ്പരം ഒരു ഇൻ്റർസെക്ഷൻ അവിടെ വരുന്നില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഇതാണ് വരിക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് വരിക. അപ്പോൾ നമ്മുടെ സമവാക്യം എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു തന്നെ. അപ്പോൾ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ സ്പേഡ് എത്ര എണ്ണം ഉണ്ടാവുക? 13 എണ്ണം അല്ലേ ഒരു കാർഡിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 52 പ്ലസ് 13 എണ്ണനെ 13/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 26/52. അപ്പോൾ ആൻസർ എത്ര വന്നു? 1/2. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി ചെയ്യുക കേട്ടോ, ശ്രദ്ധിക്കുക. അടുത്തത് എ ബാഗ് അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു കണക്കിനി ചെയ്യാം, ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ്റർസെക്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആവാം നമുക്കിനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ, ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി പ്രോബബിലിറ്റി, നെക്സ്റ്റ് എഴുതുക. ഫൈൻഡ് ദി probability of getting 52
find the probability of getting a total of 7 or 11 in a single throw with 2 dice അപ്പം നോക്കുക കേട്ടോ, ഏതൊക്കെ കിട്ടുന്ന പ്രോബബിലിറ്റിയാണ്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടോട്ടൽ 2 നമ്പർ കൂടി കൂട്ടുമ്പോൾ 7ഉം 11ഉം കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇൻ എ സിംഗിൾ ത്രോ വിത്ത് 2 ഡൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ആ കണക്ക്, മറന്നുണ്ടാവുമോ നിശ്ചയമില്ല. അപ്പോൾ നമുക്ക് ഔട്ട്കംസ് ഏതൊക്കെയാണ് വരിക? 7ഉം 11ഉം ആണ് പറയുന്നത്. അപ്പോൾ ഔട്ട്കംസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, എന്നാലേ അത് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. 2 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഔട്ട് 1 1 1 2 1 3 1 4 1 5 1 6 അല്ലേ? നെക്സ്റ്റ് 2 1 2 2 2 3 2 4 2 5 2 6. Next 3 1 3 2 3 3 3 4 3 5 3 6. Next 4 1 4 2 4 3 4 4 4 5 പിന്നെ എത്ര വരിക? 4 6. നെക്സ്റ്റ് 5 1 5 2 5 3 5 4 5 5 5 6. Next 6 1 6 2 6 3 6 4 6 5 6 6. ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റീസ് അല്ല ഔട്ട്കംസ് വരുന്നത് അല്ലേ? അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 7 or 11 ഇൻ എ സിംഗിൾ ത്രോ വിത്ത് 2 ഡൈസ് അല്ലേ? അപ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 7ഉം 11ഉം കിട്ടാനുള്ള ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫേവറബിൾ കേസസ് ഓഫ് 7, ആദ്യം നമ്മൾ 7 എത്ര എണ്ണത്തിന് കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫേവറബിൾ കേസസ് ഓഫ് 7 കിട്ടാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കി നോക്കൂ, 7 ഏതിനൊക്കെ വരും നോക്കൂ, എത്ര എണ്ണമാണ് 7 വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. 7 വരുന്നത് അല്ലേ? 2 എണ്ണം കൂട്ടുമ്പോൾ 7 വരുന്നത്. അപ്പം നമുക്ക് എഴുതാം. നോക്കുക കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. 1 6 വരുമ്പോൾ 7 വരുന്നുണ്ട്. 1 6, പിന്നെ 2 5 പിന്നെ 3 4 പിന്നെ 4 3 പിന്നെ 5 2 നെക്സ്റ്റ് 6 1. ക്ലിയർ ആയോ? അപ്പോൾ ഫേവറബിൾ കേസസ് ഓഫ് 7 എന്ന് പറയുന്നത് എത്രയ്ക്ക് വന്നു? 1 6 2 5 3 4 4 3 5 2 6 1 അല്ലേ? ഇനി ഫേവറബിൾ കേസസ് ഓഫ് ഗെറ്റിംഗ് 11. ഫേവറബിൾ കേസസ് ഓഫ് ഗെറ്റിംഗ് 11. അപ്പം എനിക്ക് ചെയ്യാൻ നോക്കൂ. 11 കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതിലില്ല. ഇവിടെ ഉള്ളൂ അല്ലേ? 5 6. നെക്സ്റ്റ് എത്ര വരും? 6 5.
ഈ രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ. 5 6 6 5 അതിൽ വരുന്നുള്ളൂ. അപ്പോൾ രണ്ടും ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് തന്നെയാണ് കേട്ടോ. ഇത് വരിക മറ്റേതല്ല, നോട്ട് മ്യൂച്വലി അല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മുടെ സമവാക്യം പറഞ്ഞോളൂ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, അല്ല സോറി, ഇൻ്റർസെക്ഷൻ അല്ല, യൂണിയൻ. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അല്ലേ. അപ്പം നമുക്കറിയാം എത്ര എണ്ണം വന്നു? 1 2 3 4 5 6. 6 ബൈ ടോട്ടൽ നമ്പർ എത്രയാണ് വരിക? 36 അല്ലേ. 6 ബൈ 36 പ്ലസ് രണ്ടെണ്ണല്ലേ വന്നു 2 ബൈ 36. 6 2 8 ബൈ 36. 8 ബൈ 36. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കണക്ക് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതുകൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് എടുക്കാനുള്ളത് ശ്രദ്ധിക്കുക. അടുത്ത് പറയുന്നത് ഇഫ് പി ഓഫ് എ ഈസ്, if P of A is 1/5, 1/5, P of B is 1/4, and P of A intersection B, P of A intersection B is equal to 1/10. Find P of A union B. ഇതാണ് നമുക്ക് കാണേണ്ടത് കേട്ടോ. അപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട്, നോക്കുക. ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു, പി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് 1/4 ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/10 ആണ്. അപ്പം നമ്മളോട് പി ഓഫ് എ യൂണിയൻ ബി ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സമവാക്യം എഴുതുക. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ ഇൻ്റർസെക്ഷൻ തന്നിട്ടുണ്ട്, അപ്പം നമുക്ക് ഓൾറെഡി അറിയാം നോട്ട് മ്യൂച്വലി ആണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെയാണ് സമവാക്യം വരിക കേട്ടോ. അപ്പോൾ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/5, പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 1/5 പ്ലസ്, അപ്പം പി ഓഫ് എ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1/5 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1/5 പ്ലസ് പി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1/4 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1/10 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുക നിങ്ങൾക്ക് അറിയാലോ. LCM കണ്ടിട്ട് ചെയ്യുക അല്ലേ. 5 4 10 അങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളിത് കൂട്ടുമ്പോൾ നിങ്ങൾ LCM കണ്ടിട്ടോ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ ഇതിൽ ചെയ്യുക. ഇപ്പോൾ ഇതിൽ LCM കണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5 4 10 അല്ലേ. അപ്പം 5 1 4 2, ഇനി 2 പോവും അല്ലേ. 2 1, ഈ 2 4 1 അല്ലേ. അപ്പോൾ ഈ 2 10 12 20, 20 ഇവിടെ LCM ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. 20 5 20 എത്ര പ്രാവശ്യം? 4 5 20 അല്ലേ. 4 × 1 4 പ്ലസ് 4 5 20, 5 5 × 1 5 മൈനസ് 12 20, 2 × 1 2. അപ്പോൾ എത്ര വന്നു? 4 5 9 മൈനസ് 2/20, 9 2 പോയ ബാക്കി 7/20 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരും. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്നുള്ളതാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അഡീഷൻ റൂള് കഴിഞ്ഞു. ആദ്യത്തെ റൂളായ അഡീഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ കണക്കുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക, കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയാം, ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. എനിക്ക് ടെക്സ്റ്റ് ബുക്കിലെ കൂടുതൽ കണക്കുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ളൊരു ടോപ്പിക്കാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, കണ്ടീഷണൽ
probability. ഇത് ക്വസ്റ്റ്യൻ മറ്റേ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ കണക്ക് വരില്ലെങ്കിൽ എപ്പോഴും തിയറി ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന്. ഇപ്പം എന്താ വെച്ചാൽ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ നമ്മൾ ഈ കാണുന്ന സമയത്ത് അവർ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയാം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വിചാരിക്കാം. ഒരു വീട്ടിലെ കുട്ടികളുടെ കണക്കെടുക്കുക എന്ന് വിചാരിച്ചോളൂ. കുട്ടികളുടെ കണക്കെടുക്കുന്ന സമയത്ത് 2 കുട്ടികളാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 വീട്ടിലെ കുട്ടികളുടെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് അപ്പോൾ എങ്ങനെയൊക്കെ വരാം, കുട്ടികൾ എങ്ങനെയൊക്കെ 2 ഫാമിലി 2 ഫാമിലിയിലെ കണക്കെടുക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ വരാം, 2 ബോയ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ബോയും ഗേളും ആവാം, പിന്നെ ഗേളും ബോയും ആവാം, 2 ഗേൾസും ആവാം, അല്ലേ? അങ്ങനെയാവാം. അപ്പം നമ്മളോടൊരു കണ്ടീഷൻ പറയുകയാണ്, ഫസ്റ്റ് ആദ്യത്തെ കുട്ടി ആൺകുട്ടി അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി പെൺകുട്ടി എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളോടൊരു കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ബി ഹാസ് ഹാപ്പൻഡ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. എ ഗിവൺ ബി, അപ്പോൾ എങ്ങനെയാണ് എ ഗിവൺ ബി, പി ഓഫ് എ കണ്ടീഷൻ ദാറ്റ് ആൻ ഇവൻറ്റ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ എ ഗിവൺ ബി എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. ഈ ചിഹ്നട്ട ബൈ എന്നല്ല വായിക്കേണ്ടത്, എ ഗിവൺ ബി എന്നാണ്. അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി പ്രകാരം നിങ്ങൾ എ എന്ന് എഴുതിയിട്ട് ഒരു ഡിവിഷൻ ഇട്ട് കഴിഞ്ഞാൽ ബൈ എന്ന് വായിക്കും. അങ്ങനെയല്ല, എ ഗിവൺ ബി എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മളിതിൽ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ്, ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ ഗിവൺ ബി. എങ്ങനെയാണ് നമ്മൾ എഴുതുക വെച്ചെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്നാണ് പറയുക. എ ഗിവൺ എന്താ പറയുക, എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ്. ഇത്രയേ ഉള്ളൂ, എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി. എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻ, ഇറ്റ് ഈസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഫോർ എക്സാമ്പിൾ നോക്കൂ. അപ്പോൾ നമ്മൾ എന്താ വാട്ട് ഈസ് മെൻറ്റ് ബൈ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഒരു കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താ നമുക്കിതിൽ പറയാൻ പറ്റും, എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഗിവൺ ബി. ഈ ഉദാഹരണം പറയുകയാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. കൺസിഡർ എ ഫാമിലി വിത്ത് 2 ചിൽഡ്രൻ, 2 കുട്ടികൾ. ദ ഡിഫറെൻറ്റ് ഔട്ട്കംസ് ആർ, എങ്ങനെയൊക്കെ വരാം ഔട്ട്കംസ്, എങ്ങനെയൊക്കെയാണ് ഒരു ഫാമിലിയിൽ 2 ചിൽഡ്രൻസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഔട്ട്കംസ് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, പറയൂ. എങ്ങനെയൊക്കെയാണ്, 2 ബോയ് വരാം, പിന്നെ എന്താവാം, ഒരു ബോയും ഗേളും ആവാം, പിന്നെ എന്താവാം, ഗേളും ബോയും ആവാം, പിന്നെ 2 ഗേൾസ് ആവാം, അല്ലേ? ഇങ്ങനെയാവാം. അപ്പോൾ നമ്മളോട് കണ്ടീഷൻ അവർ പറയുകയാണ്. എന്താണ് കണ്ടീഷൻ? ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഫസ്റ്റ് ഈസ് എ ബോയ്, ആദ്യത്തെ ആൺകുട്ടി എന്നുള്ളൊരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ദി ഔട്ട്കംസ് എന്ന് പറയുന്നത് ഏത്, ഫസ്റ്റ് ആ കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ദി ഔട്ട്കംസ് എന്ന് പറയുന്നത് ഏത് മാത്രമേ നമുക്ക് എടുക്കാവുള്ളൂ, ദെൻ ദി ഔട്ട്കം ഈസ് ഏത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ബി 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 ജി. ഇത് മാത്രമല്ലേ ഉള്ളൂ, ഫസ്റ്റ് ഈസ് ബോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ 2 ഔട്ട്കംസ് മാത്രമാണ് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1/2 അല്ലേ? ആകെ 2 പേരല്ലേ ഉള്ളൂ ബോയ് വരുന്നത്, അപ്പോൾ ടോട്ടൽ 1/2 അല്ലേ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് വരിക, 1/2 ആണ് വരിക. അപ്പം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പി ഓഫ് ബോത്ത് ബോയ്സ് എന്ന് പറയുന്നത് ബോത്ത് ബോയ്സിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ടോട്ടൽ ബോയ് വരുന്നത് 2 ഉള്ളൂ, ഫസ്റ്റ് ബോയ് വരുന്നത് 2 ഉള്ളൂ. അതിൽ ബോത്ത് ബോയ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, 2 ആൺകുട്ടികൾ വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 ആണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് കേട്ടോ. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ മറ്റേൽ പറഞ്ഞ മാതിരി തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പറഞ്ഞ മാതിരി തന്നെ ഇതിലും 2 തരത്തിലാണുള്ളത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി റൂൾ ഫോർ 2 ഇവൻറ്റ്സ് ഓർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, 2 എണ്ണമാണ് നമുക്കിതിൽ പറയാനുള്ളത്. ശ്രദ്ധിക്കാം. ആദ്യത്തെയാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറാണ് ഇതിൽ പറയുന്നത്. ആ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ എങ്ങനെയാണ് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്.
multiplication rule of probability. Multiplication rule of probability എന്നുള്ളതിൽ നമുക്ക് പറയാം multiplication rule for any two events. First one, multiplication rule for any two events. Multiplication rule for any two events എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഇവൻറ്റ്സ് ആയിക്കോട്ടെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമുക്ക് എങ്ങനെയാണ് പറയാൻ വേണ്ടി സാധിക്കുക എന്നാണ് പറയുന്നത്. ഇഫ് എ ആൻഡ് ബി നമുക്ക് തിയറി പറയുമ്പോൾ ഇങ്ങനെ പറയണം. ഇഫ് എ ആൻഡ് ബി ആർ എനി ടു ഇവൻറ്റ്സ് then the probability of both A and B to take place denoted by P of A intersection B എന്നുള്ളതാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. P of A intersection B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാം P of A into P of B given A provided for P of A is equal to 0. P of A is equal to 0. ഇനി അടുത്തത് P of A given B provided for P of B is equal to 0. P of A 0 ആണെങ്കിൽ P of A എന്ന് പറയുന്നത് 0 ആണെങ്കിൽ P of A into P of B given A. ഇനി P of B ആണ് 0 വരുന്നത് വെച്ചെങ്കിൽ P of B into P of A given B. ഇതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ എനി ടു ഇവൻറ്റ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത് P of A into P of B given A provided for P of A is equal to 0. P of B into P of A given B provided P of B is equal to 0. അപ്പം നമുക്ക് ജനറലായിട്ട് P of A intersection B എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് നമുക്ക് പറയുന്നത്. P of B A intersection B അല്ലേ ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു P of B into P of A given B. A given B. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ എനി ടു ഇവൻറ്റ്സ് എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. ഗിവൺ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയെയാണ് നമ്മൾ ഗിവൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ശ്രദ്ധിക്കാം, നെക്സ്റ്റ് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ for two independent മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇവൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മാതിരി തന്നെ ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ദെൻ ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് എ ആൻഡ് ബി ടു ഹാപ്പൺ ടു പ്രോഡക്റ്റ് ദി പ്രോബിലിറ്റീസ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഇനി ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ P of A A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു P of A ഇൻറ്റു P of B. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ P of A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു P of A ഇൻറ്റു P of B. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എനി ടു ഇവൻറ്റ്സും ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സും ഉണ്ട്. എനി ടു ഇവൻറ്റ്സ് ആണെങ്കിൽ P of B ഇൻറ്റു P of A given B, മറ്റേതാണെങ്കിലോ P of A ഇൻറ്റു P of B. കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം അല്ലേ. ശ്രദ്ധിക്കുക കേട്ടോ.
ഈ മൾട്ടിപ്ലിക്കേഷൻ റൂളിൻ്റെ കണക്കുകൾ ചെയ്യാം. ആദ്യം if P of A is equal to 4/5, next P of B is equal to 3/5. Find P of A intersection B. P of A intersection B if A and B are independent. If A and B are independent. Any two events അല്ല, ഇവ പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇവ പരസ്പരം എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ പഠിച്ചുല്ലോ. P of A intersection B is equal to P of A into P of B അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. എനി ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനുള്ള P of A intersection B എന്ന് പറഞ്ഞാൽ എന്താണ്? P of A into P of B അല്ലേ? അപ്പോൾ P of A എന്ന് പറഞ്ഞാൽ എത്ര വരിക? 4/5 ഇൻറ്റു P of B എന്ന് പറഞ്ഞാൽ 3/5. 4 3 12, 5 25, 12/25. ഇത്രയേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി ചെയ്യാം, നോക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, ശ്രദ്ധിക്കുക. If P of A is equal to 2/5, P of B is equal to 3/8, next P of A intersection B. P of A intersection B is equal to 1/20. Examine whether A and B are independent. Examine whether A and B are independent. എക്സാമിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴത്തെ സമവാക്യം നമുക്കറിയാം. P of A intersection B is equal to P of A into P of B. നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ P of A എത്ര തന്നിരിക്കുന്നത് നോക്കൂ, 2/5. P of B എന്ന് പറഞ്ഞാൽ 3/8. അപ്പം 2 8 എത്ര പ്രാവശ്യം? 4 2 8, 4 പ്രാവശ്യം. അപ്പോൾ 3/20. 3/20. ഈ 3/20 ആണോ P of A intersection ചെയ്താൽ പറഞ്ഞാൽ 1/20 ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? അതെന്തല്ല, ഈക്വൽ അല്ല. അപ്പം therefore P of A intersection B is not equal to P of A into P of B. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? P of A intersection B is not equal to P of A into P of B. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ കണക്കുകളാണ് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കണക്കുകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കുക കേട്ടോ. ശരി, ഓക്കെ.